ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അതായത് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. അതായത് നമുക്ക് ഒരു ഫോട്ടോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഐഫോണിലൊക്കെ നിങ്ങൾക്കറിയാം റീസൈക്കിൾ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്. അതേപോലെ ഇത് സാംസങ്ങിലും പുതിയതിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി അഥവാ അവിടെ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയൊരു സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ അറിയാതെ അബദ്ധത്തിൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീകവർ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ പ്ലേ സ്റ്റോറിൽ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുക. എങ്ങനെ ചെയ്യാൻ ജസ്റ്റ് നോക്കാം. നമുക്ക് ഇതിനായിട്ട് നിങ്ങൾ ഗാലറിയിൽ പോയിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഫോട്ടോസോ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോസ് 2-3 ഫോട്ടോസ് കൊണ്ട് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഫോട്ടോസുകൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെലക്ട് ചെയ്ത ഫോട്ടോസ് കൊണ്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാണ്. ഓക്കെ, അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോവാം. ഇതാണ് ആപ്ലിക്കേഷൻ. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഇവിടെ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഡാറ്റ റീകവറി എന്ന് ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇത് കിട്ടും. ഓക്കെ, ഡാറ്റ റിക്കവറി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ മൂന്നാമത്തെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ മൂന്നാമത്തെ ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഓൾറെഡി അവിടെ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. സോറി, ഒന്ന് ബാക്ക് അടിച്ച് കാണിച്ചു തരാം. പരസ്യങ്ങളൊക്കെ വരും, ചെറിയ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ അല്ലല്ലോ, അത് ഫ്രീ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് നമ്മളത് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം. സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ്, അതേപോലെ സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ്, പിന്നെ അനദർ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറേ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീ അല്ല, അത് പെയ്ഡ് ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ സെർച്ച് ഫോർ, നമ്മളിപ്പോൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് പോയത്, ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചത് ഫോട്ടോസ് ആയതുകൊണ്ട് ഞാൻ ഫോട്ടോസിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യാണ്, സെർച്ച് ഫോർ ഫോട്ടോസ്. അപ്പോൾ അവിടെ ഡിലീറ്റ് ആക്കിയ ഫോട്ടോസുകളൊക്കെ ഇതിനെ സ്കാൻ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ സ്കാനിങ് ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ഫയലുകൾ ഉണ്ടോ അതൊക്കെ ഇവിടെ സ്കാൻ ചെയ്തതിന് ശേഷം ഏത് ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ആക്കിയത് ആ ഫോട്ടോ നമ്മൾ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. ഇതൊന്ന് സ്കാനിങ് കഴിയട്ടെ. ഓക്കെ, ഏകദേശം 161 ഫയലോളം സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇതിന് മുമ്പേ കുറേ ഡിലീറ്റ് ആക്കിയ കുറേ ഫോട്ടോസുകളാണ്. അപ്പോൾ നമുക്കാവുന്ന ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്തിട്ട് റീകവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഏകദേശം 458 ഫയൽ ഇവിടെ റീകവർ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. നമുക്ക് ഏതാ വേണ്ട ഫോട്ടോസ് ഇവിടെ കാണിക്കും, ഏതാ ഫോട്ടോസാണ് ഡിലീറ്റ് ഉണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസുകളോടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏത് ഫോട്ടോസാണ് വേണ്ടത് ആ ഫോട്ടോ ജസ്റ്റ് ടിക്ക് ഇട്ട് കൊടുക്കുക. ഡിലീറ്റ് ആക്കിയ ഫോട്ടോസ് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ റീകവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഗൂഗിൾ ഡ്രൈവിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സെൻറ്ററത്തെ ഭാഗം, അതായത് ഈ ഫോൾഡർ സേവ് ടു ഫയൽ കസ്റ്റം ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡർ ഓപ്പൺ ആവും. ഈ ഫോൾഡർ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ ഡൗൺലോഡ് എന്ന ഓപ്ഷനിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെലക്ട് കൊടുക്കുക. നിങ്ങളുടെ സേവിങ് കാണാൻ പറ്റും. ഇവിടെ റീകവറി ആയിട്ടുണ്ട്. ഇവിടെ നോ താങ്ക്സ് കൊടുക്കുക. രജിസ്റ്റർ കംപ്ലീറ്റ്. നമ്മൾ ഗാലറി പോയി ജസ്റ്റ് നോക്കാം. ഓക്കെ, കാണാൻ പറ്റും. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ 5 ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ റീകവർ ചെയ്ത ഫയൽ. അപ്പോൾ ഡിലീറ്റ് ആയ ഫോട്ടോസ് നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസുകൾ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്, പിന്നെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ ബൈ.